ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഗാഡി ടോക്സ് എന്ന നമ്മുടെ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് നിൽക്കുന്നത് മുത്തൂറ്റ് ഹോണ്ടയുടെ ഫ്രണ്ടിലാണ്. ഇവിടെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളും അവരുടെ വാഹനങ്ങൾക്ക് നൽകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങളുടെ, അത് മാനുവൽ ആയാലും ഓട്ടോമാറ്റിക് ആയാലും ഏത് വേരിയന്റ് ആയാലും അതിന്റെ ഓൺ റോഡ് പ്രൈസ് ആണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാഡി ടോക്സിലേക്ക് സ്വാഗതം. അതെ, എനിക്ക് ഇവിടെ ഉള്ള എല്ലാ ഹോണ്ട വെഹിക്കിൾസിന്റെയും ഇന്നത്തെ എല്ലാ വേരിയന്റിന്റെയും ഓൺ റോഡ് പ്രൈസ് എന്ന് പറയാം. എനിക്ക് ഇവിടെയുള്ള എല്ലാ ഹോണ്ട വെഹിക്കിൾസിന്റെയും ഇന്നത്തെ ഓൺ റോഡ് പ്രൈസ്, എല്ലാ വേരിയന്റ്സിന്റെയും, ഒരു വേരിയന്റ് പോലും ഇടാൻ പറ്റത്തില്ല, എല്ലാത്തിന്റെയും ഓൺ റോഡ് പ്രൈസ് ഒന്ന് പറഞ്ഞുതരാം. വന്നോളൂ. അപ്പൊ ഇതേതാ? ഇത് എലിവേറ്റിന്റെ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് മോഡലാണ് കിടക്കുന്നത്. ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്? ഇതിന്റെ ഓൺ റോഡ് 20,58 വരും. 20,58,000. ഇത് നമുക്ക് ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് റോഡിലേക്ക് ഇറക്കുന്ന പ്രൈസ് ആണോ അതോ നമ്മുടെ? അല്ല, ഷോറൂം പ്രൈസ് ആണ്. ഷോറൂം പ്രൈസ് ആണ്. അപ്പൊ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു അപ് ടു 65 വരെ നമുക്ക് ക്യാഷ് ഓഫർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ടോപ്പ് എൻഡ് ആണ്. ഇതിന് തൊട്ട് താഴെയുള്ള നമുക്ക് VX എന്ന് പറയുന്ന വേരിയന്റ് ആണ് വരുന്നത്. അത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 18 സംതിങ് 19 അടുപ്പിച്ചൊക്കെ വരും. 18-19 അടുപ്പിച്ച് വരും. ഓക്കെ, അപ്പൊ വി വേരിയന്റ്, അതായത് ഏറ്റവും ബേസ് മോഡൽ വി ആണ്. അത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 17-18 അടുപ്പിച്ച് വരും. ഓക്കെ, അപ്പൊ ഇതിന് ഇപ്പോ അഡാസ് ലെവൽ 2 അല്ലേ? അതെ, അഡാസ് ലെവൽ 2 ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വണ്ടി ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു നോർമൽ ഒരാളുടെ കാഴ്ചപ്പാടിൽ ഇപ്പൊ അയാൾ പറയാൻ പോകുന്നത് 20 ലക്ഷം രൂപയ്ക്കുള്ള വണ്ടി ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഷോറൂമിൽ വന്നിട്ട് ചോദിക്കാൻ പാടില്ലാത്തതാണ്, 20 ലക്ഷം രൂപയ്ക്കുള്ള വണ്ടി ഇത് ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മളിപ്പം ഈ ഒരു അഡാസ് തന്നെ, ഈ ഒരു സെഗ്മെന്റിൽ അഡാസ് ഈ ഒരു പ്രൈസിന് കൊടുക്കുന്നത് ഹോണ്ട മാത്രമേ ഉള്ളൂ. അതെ, അതും ലെവൽ 2 അഡാസ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ ഈ ഒരു സെഗ്മെന്റിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് 220 വരുന്നുണ്ട്. അതെ, എങ്ങനെയുള്ള ടെറൈൻ റോഡിലൂടെ വേണമെങ്കിലും നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇപ്പൊ നമുക്ക് മലയാണെങ്കിലും നോർമൽ റോഡാണെങ്കിലും, നോർമൽ റോഡെന്ന് പറയാനില്ല, നമ്മുടെ റോഡെല്ലാം ഇപ്പൊ ഒരു കുണ്ടും കുഴിയും അല്ലെ, നമുക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികൾ 220 ഉണ്ട്. നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ നമ്മുടെ ഹോണ്ട എലിവേറ്റിന് മാത്രമേ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുള്ളൂ. ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന വണ്ടി ഇതേ ഉള്ളൂ അല്ലെ. കാണുമ്പോൾ തന്നെ നമുക്കൊരു ലക്ഷറി ഫീല് അല്ലെ, നല്ലൊരു ലക്ഷറി ഫീലും കാര്യങ്ങളൊക്കെ തോന്നുന്ന ഒരു വണ്ടിയാണ്. ഞാൻ അതുപോലെ തന്നെ ഇവിടെ വന്ന സമയത്ത് എന്റെ കണ്ണിൽ പെട്ടത് ആ കാണുന്ന എലിവേറ്റ് അപ്പെക്സ് എഡിഷൻ. അത് പുതിയതായിട്ട് ഇപ്പൊ ഇറങ്ങിയ വേരിയന്റ് അല്ലേ, അപ്പെക്സ് എഡിഷൻ എന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു നോർമൽ എലിവേറ്റിനെക്കാട്ടിലും സ്കേർട്ട് കാര്യങ്ങളെല്ലാം അഡീഷണൽ കമ്പനിയായിട്ട് തന്നെ ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ ഒരു 75,000 കിറ്റ് നമ്മള് കസ്റ്റമേഴ്സിന് ഒരു ഓഫർ എന്നുള്ള രീതിയിൽ VX എന്ന് പറയുന്ന വേരിയന്റ് നമുക്ക് ടോപ്പന്റെ ഒരു ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പെക്സ് എഡിഷൻ ഇറക്കിയിരിക്കുന്നത്. നമുക്ക് നോർമലി വരുമ്പോൾ VX ഫാബ്രിക് ആണ് വരുന്ന സീറ്റൊക്കെ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളി ലെതർ വരും, ഡോർ പാഡ് ലെതർ വരും. പിന്നെ ഈ ഒരു സ്കേർട്ടിങ് ഇത് നമ്മുടെ ടോപ്പ് എൻഡിൽ പോലും ഇല്ല. ഈ സ്കേർട്ടിങ് ഇത് നമ്മുടെ അപ്പെക്സിൽ മാത്രം വരുന്നതാണ്. അപ്പെക്സിന് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് നേരത്തെ കണ്ട എലിവേറ്ററിലേക്ക് ഇത് ആഡ് ഓൺ ചെയ്യാനായിട്ട് എന്തെങ്കിലും ടോപ്പ് എൻഡിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. VX വേരിയന്റിൽ മാത്രമേ നമുക്ക് ആഡ് ഓൺ നോർമൽ ഈ അപ്പെക്സ് എഡിഷൻ അല്ലാന്നുണ്ടെങ്കിൽ പോലും നോർമൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ടോപ്പ് എൻഡിൽ പറ്റൂല, VX ചെയ്യാൻ പറ്റും. അത് ഇവിടെ തന്നെ ചെയ്യാം. അതെ, നമ്മുടെ ഇവിടെ തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് എത്ര എക്സ്ട്രാ? നമുക്ക് 30,000 ഒരു കിറ്റ് ആണത്. 30,000 കിറ്റ് ആണ്. ഫുൾ ഇൻസ്റ്റാളേഷൻ എല്ലാം ചെയ്തു. അതെ, എല്ലാം ചെയ്തു തരും. പിന്നെ ഒരു ആംബിയൻ ലൈറ്റ് ഉണ്ട്, 2 പില്ലോ ഉണ്ട് അകത്ത്. ആംബിയൻ ലൈറ്റ് ഡാഷ്ബോർഡിനകത്ത് വരുന്ന ഫുള്ള് നമ്മുടെ ബാക്കിലും സീറ്റിലും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം ഇതും നേരത്തെ പറഞ്ഞ അതേ റേറ്റ് തന്നെയാണോ ഇതിന് വരുന്നത്, ഈ അപ്പെക്സ് എഡിഷൻ? അല്ല, ഇത് നമ്മുടെ വീട് ഓൺ റോഡിനെക്കാട്ടിലും 30,000 രൂപ കിറ്റിന്റെ പ്രൈസും കൂടെ ആവും. കിറ്റിന്റെ പ്രൈസ് അഡീഷണൽ. അതെ, അത് നമുക്കിപ്പോ എന്തെങ്കിലും ഓഫറിനകത്ത് എന്തെങ്കിലും അതാണ് നമ്മൾ 75 രൂപയുടെ കിറ്റ് ആണ് ഇത്. 30,000 രൂപ അത് തന്നെ ഒരു 75,000 രൂപയുടെ കിറ്റ് ആണ്. അത് നമ്മൾ ഓഫർ ഇട്ട് 30,000 രൂപയ്ക്ക്. ഓക്കെ, ഈ വണ്ടി ഇപ്പം കൂടുതലായിട്ട് ആളുകൾ ബുക്ക് ചെയ്യുന്നു, എടുക്കുന്നുണ്ട്. കാര്യം ഞാൻ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ സാധനം കാണാറുണ്ട്. അതെ, ഇപ്പം ഒരുപാട് നമുക്ക് ഡെലിവറി പോകുന്നുണ്ട്. കുറച്ച് ആയിട്ട് ഇല്ലായിരുന്നു നമുക്ക്. ഇപ്പം കുറെ ആയിട്ട് നമ്മുടെ റോഡിൽ ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഡെലിവറി ഉണ്ട്. അത് കാരണം ഇപ്പം ഇത് നമുക്ക് എത്ര ടൈം എടുക്കും നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ? ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് അഗൈൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 വീക്സിനകത്ത് നമുക്ക് തരാം. അപ്പൊ നമ്മളിപ്പം ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയി. അതെ, അപ്പോൾ മാക്സിമം എല്ലാ കമ്പനികളും ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം അവരുടെ അത്യാവശ്യം സെയിൽ ഉള്ള വണ്ടികൾക്കെല്ലാം അവർ ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇത് നമ്മളിപ്പോ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ അടച്ച് നമുക്ക് ഇത് ബുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സ്ഷോറൂം റോടാക്സ് ഇൻഷുറൻസിന്റെ 90% വരെയും നമുക്ക് ലോൺ കിട്ടും. ബാലൻസ് എമൗണ്ട് മാത്രം നമുക്ക് 10%ഓളം, അതായത് നമുക്കിപ്പോ ഒരു ഈ പറഞ്ഞ പോലെ ഒരു 50,000 ഒക്കെ അടച്ച് നമുക്ക് വേണേൽ ബുക്ക് ചെയ്ത്. അതെ. അപ്പം നമുക്ക് മാക്സിമം ഓഫർ പിന്നെയും ചെയ്ത് കൊടുക്കുമല്ലോ? തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, തീർച്ചയായിട്ടും. ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, പ്രതീക്ഷ എന്നാണ് പേര്. പുള്ളി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഓഫർ എല്ലാം ചെയ്തു തരും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി അമേസ്. അതെ, 3 Gen അമേസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. ഇത് നല്ല രസമുണ്ട് ഈ കളറാണ്. അതെ, ഇത് നമുക്ക് വി വേരിയന്റ് ആണ് കിടക്കുന്നത്. ഇത് നമുക്ക് സിറ്റിയിലും എലിവേറ്റിലും മാത്രമേ ഈ ഒരു കളർ ഉള്ളായിരുന്നു. ഇപ്പൊ നമ്മൾ അമേസിൽ കൊണ്ടുവന്നേക്കാണ്. അതെ, ഇത് ഒബ്സിഡിയൻ ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. ഞാൻ ഈ കളർ സിറ്റിയിൽ കണ്ടിട്ടുണ്ട്. കാര്യം അധികം കോമൺ ആയിട്ടുള്ള കളർ അല്ല. ഇതിപ്പം അമേസിനകത്ത് വന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിന്റെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് VX വരുമ്പോഴത്തേക്ക് 12 സംതിങ്. VX ഇത് ഓട്ടോമാറ്റിക് ആണ്. 12 സംതിങ് വരും. 12.56 ആ ഒരു റേഞ്ച്. 12.13 ഓക്കെ. ഇതിന്റെ തൊട്ട് മേലുള്ള VX നമുക്ക് ZX ആണ് ടോപ്പ് എൻഡ് വരുന്നത്. അതിനകത്ത് അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്. ലെവൽ 2 ആണ്. അതെ. സെയിം നമ്മുടെ എലിവേറ്റിന്റെ സിറ്റിയുടെ ഒക്കെ അഡാസ് ലെവൽ 2 ആണ് വരുന്നത്. 13.56 വരും നമുക്കത്. 13.56 ഓൺ റോഡ് പ്രൈസ്. അതെ. ഓക്കെ. ഇത് നമ്മുടെ ഓഫർ എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രൈസ്. നമുക്ക് പുതിയ അമേസ് ആയതുകൊണ്ട് ഓഫേഴ്സ് ഒന്നും ഇല്ല. അതെ. കമ്പനിയായിട്ടൊന്നും ഇതുവരെയും തന്നിട്ടില്ല. കാരണം ഇതിന് അത്രയും നല്ല സെയിലുണ്ട്. അപ്പൊ നമുക്ക് ഇത് കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ആണ്. ഇത് നമുക്ക് ബുക്കിംഗ് അഗൈൻസ്റ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 2 ആഴ്ചക്കകത്ത് വരും. ബുക്കിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വണ്ടി വരാൻ തന്നെ ഒരു 2 ആഴ്ച എടുക്കും. അപ്പൊ എങ്ങനെ വെച്ചാലും നമുക്കൊരു മിനിമം ഒരു 3 to 4 വീക്സ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നല്ല സെയിൽ ഉള്ളത് കാരണം നമുക്ക് കുറച്ച് ഡിലേ ആകുന്നുണ്ട് പ്രൊഡക്ഷൻ അനുസരിച്ച്. ഓക്കെ. അപ്പൊ ഇതിന്റെ ടോപ്പ് എൻഡ് ZX. അതെ. അതിന്റെ വിലയാണ് ഇപ്പൊ പറഞ്ഞത് 13.58. അതിന് തൊട്ട് താഴെയുള്ള വേരിയന്റ് VX. അതിന് വരുന്നത് 12 സംതിങ് വരുന്നത്. അതിന് തൊട്ട് താഴെ വി വേരിയന്റ് വരുമ്പോഴത്തേക്ക് 11 വരും. അത് ഓട്ടോമാറ്റിക് ആണ്. മാനുവൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 10 സംതിങ് ഒക്കെ വരും. 10 സംതിങ്. ഓക്കെ. അതായത് 10.5 ആ ഒരു റേറ്റ് വരും. ഓക്കെ. ഇപ്പൊ ഇവിടെ ഞാൻ കയറി വന്ന സമയത്ത് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയുണ്ട്, ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. അത് പുറത്ത് കിടക്കുകയാണ്. നമുക്ക് ആ വണ്ടിയുടെ വീഡിയോ നമുക്ക് പുറത്തു പോയി എടുക്കാം. എൻ്റെ കൂടെ ഒന്ന് പുറത്തോട്ട് വരണം. അതിന്റെ ഓഫറും കാര്യങ്ങളും പ്രൈസും ഒക്കെ. കാര്യം കൂടുതൽ ആൾക്കാർ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന വണ്ടി ഹോണ്ട സിറ്റിയാണ്. കാര്യം ഹോണ്ടയുടെ ഏറ്റവും ഏതൊരാളോട് ഹോണ്ടയുടെ ഒരു വണ്ടിയുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത്. കാര്യം അത്രയും ലക്ഷറി ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ആദ്യം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവതരിപ്പിച്ചത് ഹോണ്ട എന്ന് പറയുന്ന ബ്രാൻഡാണ്. അതിന്റെ സിറ്റി എന്ന് പറയുന്ന കാറിലാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു വീഡിയോയും കൂടെ ഓൺ റോഡ് പ്രൈസ് കൂടെ ഒന്ന്. അപ്പൊ ഇത് നമ്മുടെ ഹോണ്ട സിറ്റി. ഞാൻ നേരത്തെ തൊട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വാഹനങ്ങളിൽ ഒന്നാണ് ഇത്. അപ്പൊ ഇതിന്റെ ഇന്നത്തെ ഓൺ റോഡ് പ്രൈസ് എങ്ങനെയാണ്? ഇതിന് വരുമ്പോഴത്തേക്ക് നമുക്ക് 19.98 വരും. ബേസ് വേരിയന്റ് അല്ല, ടോപ്പ് എൻഡ്. ഇത് ടോപ്പ് എൻഡ് ആണ് കിടക്കുന്നത്. അപ്പം ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്. അതെ. എത്ര വരുന്നത്? 19.98. 19,98,000. ഇതിന് തൊട്ട് താഴെയുള്ള വേരിയന്റ് നമുക്ക് VX എന്നുള്ള വേരിയന്റ് ആണ് വരുന്നത്. അതിന് വരുമ്പോഴത്തേക്ക് 18.57 വരും. 18.57. അതായത് നമ്മളിപ്പോ ഈ പറയുന്ന എല്ലാം നമ്മുടെ ഈ ഷോറൂമിൽ നിന്ന് റോഡിൽ ഇറങ്ങുമ്പോൾ ഉള്ള പ്രൈസ് ആണ്. നമ്മുടെ ഓഫർ എല്ലാം കഴിഞ്ഞ് ആഡ് ഓൺസ് ഒന്നും ഇല്ലാതെയുള്ള പ്രൈസ് ആണ് ഈ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ലോൺ അവൈലബിൾ ആണോ? അതെ, ലോൺ അവൈലബിൾ ആണ്. അത് ഡിപ്പെൻഡ് ചെയ്തൊക്കെ നമുക്ക് സിബിൽ സ്കോർ അനുസരിച്ചാണ്. നല്ല സിബിൽ സ്കോർ ഉള്ളവർക്ക് നമ്മൾ ഷോറൂമിന് 90% വരെ നമ്മൾ ലോൺ ചെയ്തു കൊടുക്കും. 90% വരെ. അതെ, അത് നല്ല സിബിൽ സ്കോർ ആണ്. ഡിപെൻഡ്സ് ഓൺ സിബിൽ സ്കോർ. അപ്പൊ എനിക്ക് എന്റെ ക്യാമറമാനും ഒന്നും കിട്ടത്തില്ല, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഓക്കെ. അപ്പൊ ഇതിന്റെ ബേസ് വേരിയന്റ് വരുന്ന സമയത്ത് എത്ര പ്രൈസ്? ബേസ് വേരിയമ്പോ നമുക്ക് CVT ആണെങ്കിൽ നമുക്ക് 17 ലക്ഷത്തിന് കിട്ടും. 17 ലക്ഷം. മാനുവലിലേക്ക് മാറുന്നു. മാനുവലിലേക്ക് വരുമ്പോ മാനുവല് ടോപ്പ് എൻഡ് ആവുമ്പോഴത്തേക്ക് 18.49. 18.49 ടോപ്പ് എൻഡ്. അതിന് തൊട്ട് താഴെയുള്ള വേരിയന്റ് വരുമ്പോ VX 16.80. 16,80,000. ബേസ് വേരിയന്റ് വരുമ്പോ ബേസ് വേരിയന്റ് വരുമ്പോഴത്തേക്ക് 15.55. 15,55,000 രൂപ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 15,50,000 രൂപയ്ക്കുള്ള മുതല്, അതിൽ കൂടുതലുള്ള മുതൽ ഈ വണ്ടിക്കകത്തുണ്ട് അല്ലെ?
ഇതിന് നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 65,000 രൂപ വരെ നമുക്ക് ക്യാഷ് ഓഫർ വരും. ക്യാഷ് ഓഫർ എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രൈസ്? അതെ അതെ. അല്ല, ഇത് ഓൺ റോഡ് പ്രൈസ് ആണ്. പിന്നെ ഇത് ആഡോൺസ് ഇല്ലാത്ത പ്രൈസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ആഡോൺസ് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ ഈ 65,000 രൂപ വരെ നമ്മൾ ക്യാഷ് ഓഫർ കൊടുക്കും. 65,000 രൂപയുടെ വരെ ക്യാഷ് ഓഫർ വരും. ഓക്കെ, ചേച്ചിയുടെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോ ചേച്ചിക്ക് മുത്തൂറ്റ് ഹോണ്ട ഗിഫ്റ്റ് ആയിട്ട് ഒരു വണ്ടി തരാം, അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് വണ്ടിയായിരിക്കും? തീർച്ചയായിട്ടും സിറ്റി. ഹോണ്ട സിറ്റി ആണല്ലേ? കാര്യം എനിക്ക് തോന്നുന്നു ഈ ഷോറൂമിൽ നിൽക്കുന്ന ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും ഒരു ഡ്രീം വെഹിക്കിൾ എന്ന് പറയുന്നത് ഹോണ്ട സിറ്റി തന്നെ ആയിരിക്കും അല്ലെ? അതിന്റെ ഏത് കളർ ആയിരിക്കും? ഒബ്സിഡിയൻ ബ്ലൂ ആയിരിക്കും. ബ്ലൂ ആയിരിക്കും എടുക്കുന്നത് അല്ലെ? അതെ. കാര്യം ആ കളർ വേറൊരു വണ്ടിക്ക് ഇല്ല. എനിക്ക് ഇപ്പൊ പറഞ്ഞ അമേസിന് ഇറങ്ങിയെന്ന് പറഞ്ഞു. അതെ, നമ്മുടെ ഹോണ്ടയ്ക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു ബ്ലൂ. അത്ര എലഗന്റ് ആയിട്ടൊരു കളർ. എലഗന്റ് ആയിട്ടുള്ള ഒരു കളർ ഹോണ്ടയ്ക്ക് മാത്രമേ ഉള്ളൂ, വേറൊരു ബ്രാൻഡ് നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഹോണ്ട സിറ്റി ഒക്കെ മുത്തൂറ്റ് ഹോണ്ട അല്ലെ സെയിലൊക്കെ കൂട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇതിനകത്ത് ഏതിനകത്ത് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യാം. നിങ്ങൾ ബുക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. ഷോറൂം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ എനിക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വേണം, അതുപോലെ തന്നെ ഡീഫോഗർ വേണം, റിയർ വൈപ്പർ വേണം, റിയർ AC വെന്റ് വേണം. ഇത്രയും കാര്യങ്ങൾ എന്റെ കയ്യിൽ പക്ഷേ ഒരു 15 ലക്ഷം രൂപയുള്ളൂ. എനിക്ക് ഏത് വണ്ടി സജസ്റ്റ് ചെയ്യും? നമുക്ക് സിറ്റിയുടെ ബേസ് മോഡൽ കിട്ടും. ബേസ് മോഡൽ കിട്ടും? അതെ, മാനുവൽ ആണ് എനിക്ക് വേണ്ടത്. കാര്യം ഈ വീഡിയോ കാണുന്നതിൽ 90% ആൾക്കാർക്ക് മാനുവൽ വേരിയന്റ് ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. അപ്പം സിറ്റിയുടെ ബേസ് വേരിയന്റ് കിട്ടും? അതെ, ബേസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു SP വേരിയന്റ്. അതെ അതെ. അത് എത്രയാണ് ഇന്നത്തെ ഓൺ റോഡ് പ്രൈസ്? നമുക്ക് 1465 വരും. 1465. ആ റേറ്റിന് നമുക്ക് ഈ വണ്ടിയുടെ ബേസ് വേരിയന്റ് സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, അത് നല്ലൊരു ഓഫറാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ എന്റെ വീഡിയോ കണ്ടിട്ട് ഇനി ആളുകൾ വരുന്നോണ്ട് ആ റേറ്റിന് കിട്ടില്ല എന്ന് പറയോ? ഇല്ല, കാര്യം ഒരു വിശ്വാസം നമുക്കുണ്ട് മുത്തൂറ്റ് ഹോണ്ടയുടെ. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞതല്ലേ? അപ്പൊ ഇതിന് നമുക്ക് എത്ര നാള് ബുക്കിംഗ് ടൈം ഉണ്ട് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട്? ഇത് നമുക്ക് ബുക്കിംഗ് ചെയ്യാനായിട്ട് നമുക്ക് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ബുക്കിംഗ് നമുക്ക് വണ്ടി ബുക്കിംഗ് എഗൻസ്റ്റ് ആണ് നമ്മൾ ബുക്കിംഗ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 2 ആഴ്ചക്കകത്ത് തന്നെ നമുക്ക് ഡെലിവറി തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 4 വീക്സ്. അതെ, 4 വീക്സ്. 4 വീക്സിനുള്ളിൽ നമുക്ക് വണ്ടി കിട്ടും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് സിബിൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ 90% വരെ എനിക്ക് ലോൺ പാസ് ആകും. അപ്പൊ ബാക്കി വരുന്ന 10% ഞാൻ അഡ്വാൻസ് ചെയ്താൽ മതി. ഓക്കെ, നല്ലൊരു ഓഫറാണല്ലോ. ഞാൻ നേരത്തെ വന്നപ്പോഴേ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ഹോണ്ടക്കാരെന്താ പുതിയ വണ്ടികളൊന്നും ഇറക്കാത്തത്? അപ്പം അവര് പറയുന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? നമുക്ക് ഹോണ്ടയ്ക്ക് എപ്പോഴും പ്രീമിയം കസ്റ്റമേഴ്സ് ആണുള്ളത്. അവര് ഉടനെ ഒന്നും ഒരു ചേഞ്ചസ് ആഗ്രഹിക്കുന്നില്ല. പതിയെ വരും, പതിയെ വരും വർഷങ്ങളിൽ ഓരോരോ വേരിയൻസ് പുതിയതായിട്ട് അല്ലെ പുതിയ കാറുകൾ ഇറക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് അല്ലെ? അപ്പോ ഇത്രയുമായിരുന്നു നമ്മുടെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പൊ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്തുള്ള മുത്തൂറ്റ് ഹോണ്ട ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം ഈ പറഞ്ഞതിനെക്കാട്ടിലൊക്കെ ഓഫറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണല്ലേ? മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നതെന്ന് പ്രത്യേകമായിട്ട് പറയണം. എങ്കിലേ ഒരു ഓഫർ ചെയ്ത് തരത്തുള്ളൂ. ഓഫർ കുറച്ചുകൂടെ കൂട്ടി തരത്തുള്ളൂ അല്ലേ? അല്ല ചെയ്തു തരത്തില്ല, അത് അങ്ങനെയല്ല, ചെയ്തു തരുന്നതായിരിക്കും. അപ്പോ മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.